Dear students, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ റൊട്ടേഷൻ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞ പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചാണ്. സോ ഇത് നമുക്ക് ഓൾറെഡി കുറച്ചൊക്കെ അറിയാവുന്നതായിരിക്കും. ഇതിൻ്റെ നെയിം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് വരുന്നത് ഓക്കെ വാട്ട് ഈസ് ദിസ് പർട്ടിക്കുലർ തിങ് എന്നുള്ളതായിരിക്കും. ഇതെന്താണ് സംഭവിക്കുന്നത്, ഇതിൻ്റെ അല്ലെങ്കിൽ എവിടുത്തെ ഏത് റീജിയനിലുള്ള കറസ്പോണ്ടിങ് വേവ് ലെങ്ത് അബ്സോർപ്ഷൻ നടക്കുമ്പോഴാണ് കറസ്പോണ്ടിങ് ചേഞ്ചസ് നടക്കുന്നതെന്നുള്ളത് ഏകദേശം ഈ നെയിമിൽ നിന്ന് തന്നെ ഇറ്റ് ഈസ് ക്ലിയർ. സോ whenever we are talking about microwave spectroscopy, it is also known as rotational spectroscopy. അവിടെ റൊട്ടേഷണൽ ട്രാൻസിഷനെ കുറിച്ചാണ് നമ്മൾ മോർ കൺസേൺഡ് ആയിരിക്കുന്നത്. ആൻഡ് ദിസ് റൊട്ടേഷണൽ ട്രാൻസിഷൻ occur when radiation in the microwave region is absorbed. സോ നമ്മൾ മൈക്രോവേവ് റീജിയനിലുള്ള എന്ന് വെച്ചാൽ മൈക്രോവേവ് റീജിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിനെക്കാട്ടും നമ്മൾ വിസിബിൾ അല്ലെങ്കിൽ യു വി ലൈറ്റിനെക്കാട്ടും വളരെ ലോവർ ആയിട്ടുള്ള എനർജീസിലേക്ക് വരുമ്പോഴാണ് മൈക്രോവേവ് സ്പെക്ട്ര അല്ലെങ്കിൽ മൈക്രോവേവ് റേഡിയേഷൻ കാണുന്നത്. ഈ മൈക്രോവേവ് റേഡിയേഷനിലേക്ക് ആ കറസ്പോണ്ടിങ് റേഡിയേഷൻ അബ്സോർബ് ചെയ്യുമ്പോൾ മോളിക്യൂൾസിന് വരുന്ന ട്രാൻസിഷനാണ് റൊട്ടേഷണൽ ട്രാൻസിഷൻ. സോ നമ്മൾ മോളിക്യൂളർ എനർജി ലെവൽസ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. That is, within a molecule, there will be various energy levels. So, energy levels different ആയിട്ടുണ്ടാവും. ഈ energy levels, there will be rotational levels, which is having the lowest energy, and there will be some vibrational energy levels. And these vibration energy levels, ഓരോ vibration energy levels form ചെയ്യുന്നത് by the combination or within each of the vibration level there will be a large number of rotation levels. ഒരു vibration level എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ you can see different kinds of rotation, different number of rotational levels. ഇങ്ങനെ പല പല rotation levelsൻ്റെ rotation energies accumulate ചെയ്ത് maximize ചെയ്ത് കഴിയുമ്പോൾ you will be reaching to the second vibration level, and then you will be having different vibration level within a electronic level. ഒരു electronic state നിന്ന് അടുത്ത electronic stateലേക്ക് പോകുമ്പോൾ there will be some vibrational as well as rotational transitions also possible. Along with those transitions നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വൺ ഓഫ് ദി മോസ്റ്റ് ബേസിക് വൺ ഓഫ് ദി മോസ്റ്റ് സിംപ്ലസ്റ്റ് ആസ് വെൽ ആസ് ലോ എനർജി കൈൻഡ് ഓഫ് ട്രാൻസിഷൻസ്. ലോ എനർജിയാണ് ഇവിടെ നടക്കുന്നത്, അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ട്രാൻസിഷനാണ് ഇവിടെ നടക്കുന്നത്. As I have already mentioned when we discussed the Born-Oppenheimer approximation, ഇവിടെയെല്ലാം നമ്മൾ എനർജി ലെവൽസ് അല്ലെങ്കിൽ ട്രാൻസിഷൻസിനെ എല്ലാം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാം. നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ആവശ്യമുണ്ട്. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ പല കൺസെപ്റ്റും യൂസ് ചെയ്തിട്ടാണ് ഓരോ എനർജി ലെവൽസും ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടാണ് റൊട്ടേഷൻ എനർജി ലെവൽസ് എല്ലാം കണ്ടുപിടിക്കുന്നത്. പക്ഷേ whenever we are discussing about spectroscopy, we are not going in depth regarding the ക്വാണ്ടം മെക്കാനിക്കൽ ആസ്പെക്ട്സ്. കാരണം നിങ്ങൾക്ക് ലൈബ്രറിയിലെ പല ബുക്സും നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും. അതിലെല്ലാം ക്വാണ്ടം മെക്കാനിക്കൽ ആസ്പെക്ട്സിൽ നിന്ന് ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാണ്ടൈസേഷൻ്റെ ഡെറിവേഷൻ എടുക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ എനർജി ലെവൽസിനെ ഡിറൈവ് ചെയ്യുന്നതൊക്കെ ഉണ്ടാവും. അതൊക്കെ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ഗോ ത്രൂ ദോസ് ബുക്സ്. ബട്ട് ഫോർ ദ മീൻ ടൈം വി ആർ ഫോക്കസിങ് ഓൺ സിമ്പിൾ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി. സോ പി ജി ലെവൽ പഠിക്കുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, ബി എസ് സി ലെവലിൽ നമ്മൾ കുറേ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ബേസിക്സ് ആയിട്ടുള്ള റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയുടെ കാര്യങ്ങൾ ഓൾറെഡി ഫെമിലിയർ ആയിട്ടുണ്ടാവും. അതിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് റൊട്ടേഷണൽ സ്പെക്ട്രയിലേക്ക് വരുമ്പോൾ എന്താണ് അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നത്? അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നത് മെയിനായിട്ടൊരു കാര്യമാണ്. ഒന്ന്, നമ്മൾ ബി എസ് സി ലെവൽ അല്ലെങ്കിൽ ബി എസ് സി ലെവലിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒരു റിജിഡ് റൊട്ടേറ്റർ എന്നുള്ള കൺസെപ്റ്റിലായിരുന്നു. മോളിക്യൂള് റിജിഡായിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, അതിന് ഫ്ലക്ച്വേഷൻസ് ഒന്നും നടക്കുന്നില്ല എന്നുള്ള കൺസെപ്റ്റിലായിരുന്നു നമ്മൾ ഡെറിവേഷൻസിലേക്ക് വന്നിരുന്നത്. പക്ഷേ ആക്ച്വലി നമ്മുടെ റിയൽ ലൈഫിൽ നമ്മുടെ മോളിക്യൂൾസ് ഒന്നും ഒരു റിജിഡ് റൊട്ടേറ്റർ അല്ലെങ്കിൽ റിജിഡ് റോട്ടർ എന്നുള്ളൊരു ടേമിലേക്ക് കൺഫൈൻ ചെയ്യാൻ പറ്റുന്നതല്ല. റിജിഡ് അല്ല മോളിക്യൂൾസ് ഒന്നും. അതുകൊണ്ട് തന്നെ നോൺ റിജിഡ് റൊട്ടേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അതിൽ നിന്ന്
വരുന്ന കുറച്ച് എനർജി ലെവൽസിൻ്റെ ഡിഫറൻസസ്, എങ്ങനെയാണ് റൊട്ടേഷണൽ സ്പെക്ട്ര അതനുസരിച്ച് നമ്മുടെ റിയൽ ലൈഫിൽ വേരി ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളും നമുക്ക് മൈക്രോവേവ് സ്പെക്ട്രയിൽ അഡ്വാൻസ്ഡ് ആയിട്ട് വരുമ്പോൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് when you are a student, it is one of the most simple kind of spectroscopy that you have to study in your syllabus. നിങ്ങളുടെ സ്റ്റുഡൻ്റ് എന്നുള്ള ആസ്പെക്റ്റിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സ്പെക്ട്രോസ്കോപ്പിക് ആസ്പെക്റ്റാണ് മൈക്രോവേവ് അല്ലെങ്കിൽ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി. സോ മൈക്രോവേവ് റീജിയൻ, ആ ഒരു റീജിയനിലുള്ള അബ്സോർപ്ഷൻ നടക്കുമ്പോൾ വരുന്ന ട്രാൻസിഷൻ, ആൻഡ് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി, obviously the name suggests that there is changes in rotational levels. So here you can see there will be a change in rotation levels when you നമ്മുടെ മോളിക്യൂളിനെ മൈക്രോവേവ് അല്ലെങ്കിൽ ഫാർ IR റീജിയനിലെ റേഡിയേഷൻ കൊണ്ട് റേഡിയേറ്റ് ചെയ്യുമ്പോൾ there will be transition within the rotation levels. ഈ ഒരു ലെവൽസിലാണ് ചേഞ്ച് വരിക, within one rotation level to next rotation level. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചറിന് ഇഫക്റ്റ് ഉണ്ടാകും, ബിക്കോസ് ബോൾസ്മാൻ പോപ്പുലേഷൻ വരുന്നുണ്ടാവും. രണ്ടാമതായിട്ട് നമ്മുടെ സെലക്ഷൻ റൂൾസ് ആപ്ലിക്കബിൾ ആയിട്ട് വരും. സെലക്ഷൻ റൂൾസ് ഫോർ റൊട്ടേഷൻ സ്പെക്ട്ര, ഏത് ലെവലിൽ നിന്ന് ഏത് ലെവലിലേക്ക് ട്രാൻസിഷൻ നടക്കാൻ പറ്റും, അതും സെലക്ഷൻ റൂൾസ് ആണ് അത് ഗവേൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു കാര്യം തീരുമാനിക്കുന്ന സെലക്ഷൻ റൂൾസ് ആണ്. ഓരോ സ്പെക്ട്രൽ ട്രാൻസിഷൻസും പോസിബിൾ ആണോ അല്ലയോ, ഇൻറ്റൻസിറ്റി ഉണ്ടാവുമോ ഇല്ലയോ, ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് സെലക്ഷൻ റൂൾസ്, പോപ്പുലേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അത് ഓൾറെഡി നമ്മൾ പ്രീവിയസ് ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. സോ ട്രാൻസിഷൻ ബിറ്റ്വീൻ റൊട്ടേഷൻ ലെവൽസ് വിൽ ബി ഒക്കറിങ് വെൻ യു ആർ ഒബ്സർവിങ് റൊട്ടേഷൻ ഓർ മൈക്രോവേവ് സ്പെക്ട്ര. ഒരു മോളിക്യൂളിൻ്റെ റൊട്ടേഷൻ ലെവൽസ് തമ്മിലാണ് ട്രാൻസിഷൻ നടക്കുന്നത്. ആൻഡ് ദ ട്രാൻസിഷൻ ഒക്കറിങ് വിൽ ബി ഇൻ ദ റേഞ്ച് or the energy absorbed will be in the range of 2 × 10⁻10 to 3 × 10⁻12 hertz, and it will be coming under the microwave or far IR region. ഈ റീജിയൻ മൈക്രോവേവ് അല്ലെങ്കിൽ ഫാർ IR റീജിയനിൽ വരുന്നതാണ്. സോ റൊട്ടേഷണൽ സ്പെക്ട്ര അല്ലെങ്കിൽ മൈക്രോവേവ് സ്പെക്ട്ര എന്ന് പറയുന്ന ആ നെയിം വരുമ്പോൾ തന്നെ ഫസ്റ്റ് മനസ്സിലേക്ക് വരേണ്ടത് ഒന്ന് മൈക്രോവേവ് റീജിയൻ, ആ ഒരു കറസ്പോണ്ടിങ് റീജിയനിലാണ് നമ്മുടെ അബ്സോർപ്ഷൻ നടക്കുന്നത്, മോളിക്യൂൾ അബ്സോർബ് ചെയ്യുന്നത്. And the second thing is the transition. What is the reason for transition? This rotational transition ആണ് നടക്കുന്നത്. റൊട്ടേഷൻ ലെവൽസ് തമ്മിലുള്ള ട്രാൻസിഷൻ ആണ് നടക്കുന്നത്. സോ മൈക്രോവേവ് റീജിയൻ, റൊട്ടേഷൻ ട്രാൻസിഷൻ. ഇനി അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ പോവാണ്. ഏത് മോളിക്യൂള് അല്ലെങ്കിൽ ഏത് ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിലും, ഏത് ഒബ്ജക്റ്റിനെ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിലും അതിന് നമ്മൾ ഒരു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഫീൽ ചെയ്യും, അല്ലെങ്കിൽ റൊട്ടേഷൻ ഇനേർഷ്യ നമ്മളൊരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി ആ ഒരു മോളിക്യൂളിനുണ്ടാവും. ഇനേർഷ്യ എന്ന് നിങ്ങൾക്കറിയാം, ഒരു യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നൊരു ഒബ്ജക്റ്റിനെ വെലോസിറ്റി കൂട്ടാനോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനോ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട, വെലോസിറ്റി കൂട്ടാനോ കുറയ്ക്കാനോ അല്ലെങ്കിൽ ആക്സലറേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ഒരു ഫോഴ്സിനെ നമ്മൾ ഇനേർഷ്യ എന്ന് പറയും. അല്ലെങ്കിൽ റെസ്റ്റിലിരിക്കുന്നതിനെ മൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സിനെ നിങ്ങൾ ഇനേർഷ്യ എന്ന് പറയും. അതുപോലെ തന്നെ റൊട്ടേഷൻ നടക്കുന്ന ഒരു ബോഡിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഫോഴ്സാണ്, ദാറ്റ് ഈസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അല്ലെങ്കിൽ റൊട്ടേഷൻ ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ. റൊട്ടേഷൻ നടക്കാനുള്ള ഒരു മടി എന്ന് വേണേൽ പറയാൻ പറ്റും. റൊട്ടേറ്റ് ചെയ്യാനുള്ളൊരു മടി, അത് ആക്ച്വലി ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഇറ്റ് ഈസ് എ സ്കെയിലാർ വാല്യൂ which tells us how difficult it is to change the rotation velocity of the object around a given rotational axis. So നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും, നിങ്ങളൊരു വളയെടുത്ത് കറക്കുക എന്ന് വിചാരിക്കുക, വളയെടുത്ത് കറക്കുക, അല്ലെങ്കിൽ ഈ പെൻ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പല രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓരോ രീതിയിൽ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യാൻ നോക്കുമ്പോഴും യു വിൽ ബി എക്സ്പീരിയൻസിങ് സം ഡിഫിക്കൽട്ടീസ്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള ഡിഫിക്കൽട്ടി, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള ഡിഫിക്കൽട്ടി, ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. ഓ അതർവൈസ് യു ക്യാൻ ടേക്ക് എ ബുക്ക്. ഒരു ബുക്ക് എടുക്കുന്നു, ബുക്ക് എടുക്കുമ്പോൾ ബുക്കിന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും, ഈ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും, ഈ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഈ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. ഡിപ്പെൻഡിങ് ഓൺ ദി ആക്സിസ് ദാറ്റ് യു ആർ ചൂസിങ്. റൊട്ടേഷണൽ ആക്സിസ് നിങ്ങൾ ഏത് ചൂസ് ചെയ്യുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇങ്ങനെ വേണേൽ റൊട്ടേറ്റ് ചെയ്യാം, ഇങ്ങനെ വേണേൽ റൊട്ടേറ്റ് ചെയ്യാം, ഇങ്ങനെ വേണേൽ റൊട്ടേറ്റ് ചെയ്യാം. സോ ഈ ഓരോ റൊട്ടേഷനും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ഇനേർഷ്യ ഡിഫറെൻ്റ് ആയിരിക്കും.
സോ റൊട്ടേഷണൽ മോഷനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇനേഷ്യ, ദാറ്റ് ഈസ് ടേംഡ് ആസ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഡിഫറെൻറ്റ് ബോഡീസ് ആർ മൂവിങ്. ഇങ്ങനെ ഡിഫറെൻറ്റ് ബോഡീസ് മൂവ് ചെയ്യുമ്പോൾ ഒരെണ്ണം ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നു, അവിടെ റൊട്ടേഷനിൽ തന്നെയാണ് നടക്കുന്നത്, ഇവിടെ റൊട്ടേഷൻ തന്നെയാണ് നടക്കുന്നത്. ഒരെണ്ണം ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നു, ഒരെണ്ണം സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നു, വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നു. ദിസ് വെലോസിറ്റി ഓഫ് ദീസ് ബോഡീസ് അല്ലെങ്കിൽ റൊട്ടേഷണൽ വെലോസിറ്റി, ആംഗുലർ വെലോസിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ, റൊട്ടേഷൻ ഇനേഷ്യ. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം യെല്ലോ ബോഡിക്കാണ് ഏറ്റവും കുറവ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ആൻഡ് റെഡ് ബോഡിക്കാണ് ഏറ്റവും കൂടുതൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. അതുകൊണ്ട് അത് വളരെ സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. സോ എപ്പോഴെല്ലാം നമ്മൾ റൊട്ടേഷനെ കുറിച്ച് പറയുന്നു അപ്പോഴെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കൺസെപ്റ്റാണ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ആൻ ഒബ്ജെക്റ്റ് വിച്ച് ക്യാൻ ബി റൊട്ടേറ്റഡ്. റൊട്ടേഷൻ മോഷൻ വരുമ്പോഴെല്ലാം വരുന്ന ഒരു ഇനേഷ്യയാണ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. ആ ബോഡി എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോക്കിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇനേഷ്യയാണ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. സോ ഏത് റൊട്ടേഷണൽ ആക്സിസ് എടുക്കുന്നതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും മൊമെൻ്റ് ഓഫ് ഇനേഷ്യയുടെ വാല്യൂ. ക്യാൻ ബി ഡിഫറെൻറ്റ്, നമ്മൾ ഈ ബുക്കിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഡിഫറെൻറ്റ് ആക്സിസ് എടുക്കാൻ പറ്റും റൊട്ടേഷണൽ ആക്സിസ് ആയിട്ട്. ആ ഡിഫറെൻറ്റ് ആക്സിസിലും മൊമെൻ്റ് ഓഫ് ഇനേഷ്യ വേണമെങ്കിൽ സെയിം ആകാം, വേണമെങ്കിൽ ഡിഫറെൻ്റ് ആകാം. സോ ദാറ്റ് ഈസ് അബൌട്ട് ഓൾ ദി റൊട്ടേറ്റിംഗ് ഒബ്ജക്ട്സ്. റൊട്ടേറ്റ് ചെയ്യുന്ന ഏതൊരു ഒബ്ജക്റ്റിനെ എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനൊരു കേസിൽ പറയാൻ പറ്റും മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഉണ്ടാകുന്നുള്ളത്. ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന ഒരു ടേബിൾ നിങ്ങൾ നോക്കുക. ദിസ് ടേബിൾ, ദിസ് വിൽ ബി ഫെമിലിയർ ടു യു ബിക്കോസ് ഇത് നമ്മൾ +2 പഠിക്കുന്ന ഒരു കാര്യമാണ്. +2 ഫിസിക്സിൽ നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞ കൺസെപ്റ്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്. എന്താണ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ, ഓരോ കൈൻഡ് ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ഓരോ കൈൻഡ് ഓഫ് ഒബ്ജക്ട്സിനും എങ്ങനെയാണ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ വേരി ചെയ്യുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഫിസിക്സിൽ പഠിച്ചതാണ്. ഇങ്ങനെ തിൻ ലൂപ്പാണെങ്കിൽ എന്തായിരിക്കും, തിൻ ഹൂപ്പാണെങ്കിൽ എന്തായിരിക്കും, റേഡിയസ് ആർ ആൻഡ് വിഡ്ത്ത് W ആണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ കറസ്പോണ്ടിങ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ, സ്ഫിയർ ആണെങ്കിൽ എന്തായിരിക്കും, ഹോളോ സിലിണ്ടർ ആണെങ്കിൽ എന്തായിരിക്കും, സോളിഡ് സിലിണ്ടർ ആണെങ്കിൽ എന്തായിരിക്കും, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ നമുക്ക് ഓൾറെഡി നമ്മൾ ഫിസിക്സിൽ പഠിച്ചതാണ്. ദിസ് ആർ ഫോർ ഒബ്ജക്ട്സ്. നമ്മൾ മൈക്രോവേവ് സ്പെക്ട്ര പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് പഠിക്കേണ്ടതല്ല, നോട്ട് നീഡഡ്. ദിസ് ഇസ് എബൌട്ട് ഒബ്ജക്ട്സ്. ഡിഫറെൻ്റ് ഒബ്ജക്ട്സിന് എങ്ങനെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ വേരി ചെയ്യുന്നു. മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്ത് ഡിസ്റ്റൻസ്? സെൻറ്റർ ഓഫ് മാസിൽ നിന്ന് എത്രത്തോളം ദൂരത്തിലാണ് ഓരോ ആറ്റംസ് അല്ലെങ്കിൽ ഓരോ ഇത് നിൽക്കുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. സോ റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. ദിസ് ഈസ് എ സെൻറ്റർ ഓഫ് മാസ്. റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. സോ ഇത് നമ്മൾ ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി പഠിക്കുമ്പോൾ സ്പെക്ട്രോസ്കോപ്പിയിൽ വി ആർ മോർ കൺസേൺഡ് അബൌട്ട് മോളിക്യൂൾസ്. സോ മോളിക്കുലർ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മൊമെൻ്റ് ഓഫ് ഇനേഷ്യയുടെ ബേസിൽ യു ക്യാൻ ക്ലാസിഫൈ മോളിക്യൂൾസ്. Molecular shapes are classified by reference to the relative values of moment of inertia about 3 axes at right angles. Center of ഒരു മോളിക്യൂളിൻ്റെ സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പാസ് ചെയ്യുന്ന 3 ആക്സിസുകളെ, റൈറ്റ് ആംഗിൾസിലുള്ള 3 ആക്സിസുകളെ റെഫറൻസ് ആയിട്ട് വെച്ച് നമുക്ക് മോളിക്കുലർ ഷേപ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. യു ക്യാൻ ക്ലാസിഫൈ ദ മോളിക്കുലർ ഷേപ്സ് with reference to the relative values of moment of inertia about 3 axes at right angles. സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പാസ് ചെയ്യുന്ന 3 ആക്സിസ്, റൈറ്റ് ആംഗിൾസിലുള്ള 3 ആക്സിസ് എടുക്കുക. ഈ 3 ആക്സിസും റൊട്ടേഷണൽ ആക്സിസ് ആയിട്ട് വേണമെങ്കിൽ ആക്ട് ചെയ്യാം. റൊട്ടേഷൻ പോസിബിൾ ആയിട്ടുള്ള ആക്സിസുകളായിരിക്കും. ഈ ആക്സിസിലൊക്കെ എത്രയാണ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ വാല്യൂസ് വരുന്നത്? ഈ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ വാല്യൂസിൻ്റെ ബേസിസിൽ യു ക്യാൻ ക്ലാസിഫൈ ദ മോളിക്കുലർ ഷേപ്സ് ഇൻറ്റു 4 different categories mainly. So in all these cases, ഈ നമ്മൾ പറയാൻ പോകുന്ന കേസസിലെല്ലാം IA എന്ന് പറഞ്ഞ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഉണ്ടാവും, IB ഉണ്ടാവും, IC ഉണ്ടാവും മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. ഏറ്റവും ലോവസ്റ്റ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യയുള്ള വാല്യൂവിനെ നമ്മൾ അല്ലെങ്കിൽ ആ ഒരു ആക്സിസിനെ നമ്മൾ IA എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ വിൽ ബി ഡിനോട്ടഡ് ആസ് A. A എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ്
it is lowest value. C ആയിരിക്കും ഏറ്റവും highest value. So 3 rotational axis നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഈ 3 rotational axisലും moment of inertia നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ആ moment of inertiaയുടെ ബേസിൽ നമുക്ക് അതിനെ IA, IB, IC എന്ന് ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഈ IA, IB and ICയുടെ വാല്യൂസിൻ്റെ ഡിപ്പെൻഡൻസിൽ you can classify molecular shapes into different categories. അതാണ് നമ്മുടെ classification of molecules based on moment of inertia എന്ന് പറയുന്ന particular concept വരുന്നത്. This is a very important concept in rotational spectroscopy because rotation നടക്കണമെങ്കിൽ rotation നടക്കുമ്പോൾ അവിടെ ഒരു moment of inertia arise ചെയ്യുന്നുണ്ട്. അത് rotational spectra നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴും അവിടെ ഒരു moment of inertia ഉണ്ട്. മോളിക്യൂൾസും അതുപോലെ ഒരു moment of inertia എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഈ moment of inertia നമ്മൾ അതിൻ്റെ ബേസിൽ നമ്മൾ we are going to classify the molecules as IA or as different categories. So the classification of molecules based on moment of inertia is linear molecule, spherical molecule, symmetric top molecule, asymmetric top molecule. ഇങ്ങനെ 4 കാറ്റഗറീസിലേക്കാണ് മെയിൻ ആയിട്ട് നമ്മുടെ മോളിക്യൂൾസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് ബേസ്ഡ് ഓൺ the moment of inertia, the value of moment of inertia along the 3 mutually perpendicular axes passing through the center of mass of the molecule. മോളിക്യൂളിൻ്റെ സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പാസ് ചെയ്യുന്ന 3 മോളിക്കുലർ ആക്സിസ് 3 റൊട്ടേഷണൽ ആക്സിസിൻ്റെ moment of inertiaയുടെ വാല്യൂസിൻ്റെ ബേസിൽ we can classify the molecules into different categories as linear, spherical top, symmetric top, asymmetric top molecules. So rotational spectra പറഞ്ഞു, rotational spectrയിൽ moment of inertiaയുടെ ഇമ്പോർട്ടൻസ് പറഞ്ഞു ആൻഡ് മോളിക്യൂൾസിൻ്റെ കേസിൽ എങ്ങനെ moment of inertia വരുന്നു, എങ്ങനെ അതിൻ്റെ ബേസിൽ you can classify the molecules. So linear molecules you already know. ഏതൊക്കെ linear molecules ഉണ്ടെന്നറിയാം. സ്പെറിക്കൽ റൊട്ടേറ്റർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഏകദേശം ഇങ്ങനെ പിരമിഡൽ ഷേപ്പോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ടെട്രാഹെഡ്രൽ ഒക്ടാഹെഡ്രൽ ഷേപ്സ് ഒക്കെ വരുന്നതൊക്കെ സ്പെറിക്കൽ റൊട്ടേറ്ററിലേക്ക് വരുന്നു. സിമെട്രിക് റോട്ടറിൽ വരുന്നതാണ് നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിലിണ്ടറിക്കൽ ഷേപ്സ് ഒക്കെ വരുന്നത്. ആൻഡ് അസിമെട്രിക് റോട്ടർ ഇങ്ങനത്തെ ഒരു അസിമെട്രിക് ആയിട്ടുള്ള ഷേപ്പ് വരുമ്പോൾ യു വിൽ ബി ഹാവിങ് അസിമെട്രിക് റോട്ടർ. കമ്മിങ് ടു ഈച്ച് ഓഫ് ദിസ് കൈൻഡ് ഓഫ് molecular systems. So linear molecules എടുക്കുകയാണെങ്കിൽ linear moleculesൻ്റെ diatomic molecule belong to this particular class of molecules. Diatomic molecules എടുക്കാം. Triatomic molecules like carbon dioxide, OCS, HCN etc. will be coming under linear molecules. These molecules belong to C infinity V or D infinity H. ഇങ്ങനത്തെ 2 പോയിന്റ് ഗ്രൂപ്പ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇൻ എനി കേസ് ദർ മെയിൻ ആക്സിസ് ഈസ് C infinity ആക്സിസ് along the bond axis. So if you consider a linear molecule നമുക്ക് കൺസിഡർ ചെയ്യാം like this. OCS പോലത്തെയോ CO2 പോലത്തെയോ ഏതെങ്കിലും ഒരു മോളിക്യൂൾ നമുക്ക് കൺസിഡർ ചെയ്യാം. So this will be the corresponding center of mass and you can have an axis like this, rotational axis like this, another one which is perpendicular to this axis. ഈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വേറെ ആക്സിസ് ഉണ്ടാകും, അതുപോലെ തന്നെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള another axis is also possible. ഇങ്ങനെ 3 ആക്സിസ് പോസിബിൾ ആയിട്ട് വരും. സോ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. സോ ഇതാണ് ആ മോളിക്യൂൾ എങ്കിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. സോ ഏറ്റവും കുറവ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ വരുന്നത് ഈ ഒരു പെർട്ടിക്കുലർ റൊട്ടേഷൻ ആയിരിക്കും. സോ ദിസ് വുഡ് ബി IA. ഈ ഒരു പെർട്ടിക്കുലർ റൊട്ടേഷന് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ വളരെ കുറവായിരിക്കും. സോ ദിസ് ഇസ് IA, ദിസ് ക്യാൻ ബി IB ആൻഡ് ദിസ് ക്യാൻ ബി IC. സോ IA വാല്യൂ വിൽ ബി equal to 0. IB will be equal to IC. Moment of inertia IA and IB will be same. So more mutually perpendicular axis which is passing through the center of mass നമ്മൾ കൺസിഡർ ചെയ്തു. അതിനകത്ത്
along the C infinity axis കൂടെയുള്ള ആ ബോണ്ടിൽ കൂടെയുള്ള ആക്സിസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ will be equal to 0. Lowest value ആയതുകൊണ്ട് we will be terming them as that as IA. IA will be equal to 0 and the other two moment of inertias will be same. IB is equal to IC. അതാണ് ലീനിയർ മോളിക്യൂൾസിൻ്റെ കേസിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ വാല്യൂസ്. IA is equal to 0, IB is equal to IC. സോ ഈ ഒരു കേസിൽ HCl, HCN, C2H2, CO2, OCS, etc. will be coming under linear molecules. ഈ linear moleculesൽ വരുന്ന ഈ linear ആയിട്ടുള്ള ഏത് സ്പീഷീസിനെയും നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ക്ലാസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ ക്ലാസ്സിൽ വരുന്ന എല്ലാ linear moleculesനും lowest moment of inertia will be 0. The other two moment of inertia will be same. IBയും ICയും same ആയിട്ട് വരും. Coming to the next one, that is spherical top molecules. Spherical rotors നമ്മൾ പറയും, rotators ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ spherical top moleculesൻ്റെ കേസിൽ നമുക്ക് ഒക്ടാഹെഡ്രൽ അതുപോലെ തന്നെ ടെട്രാഹെഡ്രൽ ഷേപ്സ് ഉള്ള മോളിക്യൂൾസ് എല്ലാം വരുന്നത് spherical top moleculesലാണ്. സോ CH4, SF6, CCl4, OSO4, etc. will be coming under spherical top molecules. So in the case of spherical top molecules, tetrahedral kind of shape consider ചെയ്യാം. Suppose this is a tetrahedral shape. ഇവിടെ സെൻട്രൽ ആറ്റം ഉണ്ടാവും, 4 കോർണേഴ്സിലേക്ക് നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആറ്റംസും വരും. ടെട്രാഹെഡ്രൽ ഷേപ്പാണിത്. സോ there will be മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 3 ആക്സിസുകൾ ഉണ്ടാവും. കറസ്പോണ്ടിങ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഉണ്ടാകും. ഇവിടെ IA will be equal to IB, that would be equal to IC. ഇവിടെ 3 മൊമെന്റ് ഓഫ് ഇനേഷ്യസും സെയിം ആയിരിക്കും. ഇൻ ദ കേസ് ഓഫ് സ്പെറിക്കൽ ടോപ്പ് മോളിക്യൂൾസ് 3 റൊട്ടേഷണൽ ആക്സിസ് ഉണ്ട്, IA, IB, IC. ഏതെടുത്താലും സെയിം ആയിരിക്കും കറസ്പോണ്ടിങ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. സോ ഒക്ടാഹെഡ്രൽ ടെട്രാഹെഡ്രൽ ഷേപ്സ് എല്ലാം വരുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ക്ലാസ്സിലായിരിക്കും. ആൻഡ് സിമെട്രിക് ടോപ്പ് മോളിക്യൂൾസ്, അതാണ് നെക്സ്റ്റ് കൈൻഡ്. ഇവിടെ 2 ഈക്വൽ പ്രിൻസിപ്പൽ മൊമെന്റ്സ് ഓഫ് ഇനേഷ്യ ആൻഡ് തേർഡ് വൺ ഈസ് യുണീക്ക്. 3 റൊട്ടേഷണൽ ആക്സിസ് ഉണ്ട്. ഇതിനകത്ത് 2 റൊട്ടേഷണൽ ആക്സിസിൻ്റെ എലോങ് ഉള്ളത് സെയിം ആയിരിക്കും, മൊമെന്റ് ഓഫ് ഇനേഷ്യ സെയിം ആയിരിക്കും. 1 വിൽ ബി യുണീക്ക്. ഇങ്ങനെ വരുന്ന മോളിക്യൂൾസിനെ എല്ലാം നമ്മൾ പറയുന്ന സിമെട്രിക് ടോപ്പ് മോളിക്യൂൾസ് എന്നാണ്. They have 2 equal principal moments of inertia and the third one will be unique. So ഇത് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രൊലൈറ്റ് സിമെട്രിക് ടോപ്പ് മോളിക്യൂൾസ്, അതുപോലെ തന്നെ ഒബ്ലേറ്റ് സിമെട്രിക് ടോപ്പ് മോളിക്യൂൾസ്. പ്രൊലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു റഗ്ബി ബോളിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്പെറിക്കലായിട്ടുള്ള കൈൻഡ് ഓഫ് അറേഞ്ച്മെൻ്റ് ആയിരിക്കും നമ്മുടെ പ്രൊലൈറ്റ് സിമെട്രിക് ടോപ്പ് മോളിക്യൂൾസിൻ്റെ കേസിൽ. ഒബ്ലേറ്റ് സിമെട്രിക് ടോപ്പ് മോളിക്യൂൾസിൻ്റെ ഷേപ്പ് ഏകദേശം ഒരു ഡിസ്ക് ഷേപ്പ് ആയിരിക്കും, കുറച്ചും കൂടെ പരന്നിരിക്കുന്ന ഷേപ്പിലേക്ക് വരും ഒബ്ലേറ്റ് സിമെട്രിക് ടോപ്പ് മോളിക്യൂൾസ്. സോ പ്രൊലൈറ്റ് സിമെട്രിക് ടോപ്പ് മോളിക്യൂൾസിൻ്റെ കേസിൽ IA will be the lowest, IB will be equal to IC. So you can consider this kind of a system. ഒരു സിലിണ്ടറിക്കൽ കൈൻഡ് ഓഫ് ഷേപ്പ് നമുക്ക് ഇമാജിൻ ചെയ്യാം. സോറി അബൌട്ട് ദിസ് ഡ്രോയിങ്. സോ ഇങ്ങനെ 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ് പോസിബിൾ ആയിരിക്കും. സോ I parallel, I perpendicular, I perpendicular നമുക്കിങ്ങനെ അസ്യൂം ചെയ്യാം. സോ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ പ്രൊലൈറ്റ് കേസിൽ IA will be less than IB and IC.
അതായത് ഈ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ പാരലൽ ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ വിൽ ബി ലെസ് ദാൻ these two moment of inertias will be less than IB and IC. These two moment of inertias will be same always. Perpendicular ആയിട്ട് വരുന്നതാണ്. ഇത് രണ്ടും സെയിം ആയിട്ട് വരും. ഇത് ലോവർ ആയിരിക്കും. So examples can be CH3Cl, CH3Cn, CH3F, NH3 etc. Oblate കൈനകത്ത് വരുന്നത് you have IA is equal to IB and IC will be greater than IA and IB. ഇവിടെ IC മാക്സിമം വാല്യൂ ആണ്, IAയും IBയും സെയിം വാല്യൂ ആയിട്ട് വരും. ഇവിടെ IA മാത്രം ലോവർ, ഒരു ആക്സിസ് മാത്രം ലോവർ, ബാക്കി രണ്ടെണ്ണം ഹയർ വാല്യൂസ്. ഇവിടെ ഒരു ആക്സിസ് മാത്രം ഹയർ, ബാക്കി രണ്ടെണ്ണം ലോവർ വാല്യൂസ്. So example is BF3, BCl3, benzene etc. Oblate symmetric top molecule. So ഇവിടെ നിങ്ങൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ BF3യുടെ കേസിൽ ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും IC വരുന്നത്, ബാക്കി രണ്ടെണ്ണം IA ആൻഡ് IB ആയിരിക്കും വരുന്നത്. സോ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വാല്യൂസ് IA IBയും വരും, IC വിൽ ബി മാക്സിമം. ഇതാണ് നമ്മുടെ സിമെട്രിക് ടോപ്പ് മോളിക്യൂൾസ്. സിമെട്രിക് ടോപ്പ് മോളിക്യൂൾസ് 2 ടൈപ്സ് ഉണ്ട്, ദാറ്റ് ഈസ് പ്രൊലൈറ്റ് സിമെട്രിക് ടോപ്പ് മോളിക്യൂളും ഒബ്ലേറ്റ് സിമെട്രിക് ടോപ്പ് മോളിക്യൂളും. ആൻഡ് ദ ലാസ്റ്റ് കൈൻഡ് ഓഫ് ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് അസിമെട്രിക് റോട്ടർ അല്ലെങ്കിൽ അസിമെട്രിക് ടോപ്പ് മോളിക്യൂൾസ്. അസിമെട്രിക് ടോപ്പ് മോളിക്യൂൾസിൻ്റെ കേസിൽ you have IA not equal to IB not equal to IC. അതുപോലെ തന്നെ IA less than IB less than IC. So you can consider a case like this. ഇങ്ങനൊരു റൊട്ടേഷണൽ ആക്സിസ് പോസിബിൾ ആണ്, ഇങ്ങനെ റൊട്ടേഷണൽ ആക്സിസ് പോസിബിൾ ആണ്, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു റൊട്ടേഷണൽ ആക്സിസ് പോസിബിൾ ആണ്. സോ ദിസ് വൺ വിൽ ബി IA, ഇതായിരിക്കും ഏറ്റവും ലോവർ. ദെൻ ദിസ് വൺ വിൽ ബി IB, ദിസ് വൺ വിൽ ബി IC. സോ correspondingly the values will be different. And examples are H2O, CH3OH, CH2, CHCl, asymmetric ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉള്ള മോളിക്യൂൾസ്. സോ അതിൻ്റെയൊക്കെ കേസിൽ IA will not be equal to IB, will not be equal to IC, and IA will be lowest and IC will be the highest. സ്പെറിക്കൽ ടോപ്പിൻ്റെ കേസിൽ IAയും IBയും ICയും സെയിം ആയിരിക്കും. ഇവിടെ ഒരു യുണീക്ക് ആക്സിസ് ഉണ്ടാവും, ബാക്കി രണ്ടെണ്ണം സെയിം ആയിരിക്കും സിമെട്രിക് ടോപ്പിൻ്റെ കേസിൽ. ലീനിയർ മോളിക്യൂൾസിൻ്റെ കേസിൽ IA എപ്പോഴും ലോവർ ആയിരിക്കും, 0 ആയിരിക്കും, IBയും ICയും സെയിം ആയിരിക്കും. സോ ദിസ് ഇസ് റിഗാർഡിംഗ് ദി ക്ലാസിഫിക്കേഷൻ ഓഫ് മോളിക്യൂൾസ്. സോ യു ഹാവ് ലീനിയർ മോളിക്യൂൾസ്, സ്പെറിക്കൽ റോട്ടർ, സിമെട്രിക് റോട്ടർ, അസിമെട്രിക് റോട്ടർ. ലീനിയറിൻ്റെ കേസിൽ IA is equal to 0, IB is equal to IC. Spherical rotorൻ്റെ കേസിൽ IA is equal to IB is equal to IC. Symmetric rotorൻ്റെ കേസിൽ IA less than IB is equal to IC when it is prolate. IA equal to IB which is less than IC in the case of oblate. In the case of asymmetric rotor, IA not equal to IB not equal to IC, and IA less than IB less than IC. So this is the basic thing regarding the classification of compounds or molecules depending on the moment of inertia values. That's all. Thank you.